മിമിക്രിയിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും പ്രേക്ഷകരുടെ പ്രീതി നേടിയെടുത്ത കൊല്ലം സുധിയുടെ വേർപാട് കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. സുധിയുടെ അപ്രതീക്ഷിത വേർപാടോടെ ഭാര്യ രേണുവിൻ്റെ രണ്ട് കുട്ടികളുടെയും ജീവിതം അനിശ്ചിതാവസ്ഥയിലായിരുന്നു. എന്നാൽ നല്ല മനസ്സുകൾ ഒരുമിച്ചപ്പോൾ അവർക്ക് സ്വന്തമായി വീടൊരുങ്ങി. ലക്ഷ്മി നക്ഷത്രം അടക്കം നിരവധി പേർ സഹായമായി എത്തി. കൊല്ലം സുധിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ സ്നേഹവും പിന്തുണയുമാണ് കുടുംബത്തിന് ലഭിച്ചത്. വെറും 5 വർഷം മാത്രമാണ് സുധിയും രേണു ഒരുമിച്ച് ജീവിച്ചത്. ഭർത്താവിന്റെ പെട്ടെന്നുള്ള വിയോഗമുണ്ടാക്കിയ ഞെട്ടലിൽ നിന്ന് രേണുവും മക്കളും അടുത്ത കാലത്താണ് പുറത്തു വന്നത്. പിന്നീട് ഷോർട്ട് ഫിലിമുകളിലൂടെയും റീൽസുകളിലൂടെയും രേണു സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. എന്നാൽ ഇതോടെ പിന്തുണയ്ക്കുന്നവരുടെ ഭാവം മാറി. സമൂഹ മാധ്യമങ്ങളിൽ രേണുവിനെ വിമർശിച്ചുള്ള കമന്റുകൾ നിറഞ്ഞു. അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ താരമായ ദാസേട്ടൻ കോഴിക്കോട് എന്ന അയാളുമൊത്തുള്ള രേണുവിന്റെ റീൽസുകൾ വലിയ വിമർശനത്തിന് കാരണമായി. ഇരുവരും ഇഴകിച്ചേർന്ന് അഭിനയിക്കുന്നതിന്റെ പേരിലായിരുന്നു വിമർശനം. ഭർത്താവ് മരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ആഘോഷിക്കുന്ന അടക്കമുള്ള അധിക്ഷേപ കമന്റുകളാണ് രേണുവിനെതിരെ നെറ്റിസൺ ചൊരിഞ്ഞത്. രേണു ധരിക്കുന്ന വസ്ത്രങ്ങളും അധിക്ഷേപത്തിന് കാരണമായിരുന്നു. ബോഡി ഷേമിംഗ് നടത്തുന്ന കമന്റുകൾക്കും കുറവുണ്ടായില്ല. എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന മട്ടിൽ പൂർവാധികം ശക്തിയോടെയാണ് രേണു സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ വീഡിയോയുമായി രംഗത്ത് വന്നത്. സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരങ്ങൾ രേണുവിനെ തേടി എത്തുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ രേണുവിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ച വെള്ളസാരി എടുത്ത് വീടിന്റെ അകത്തിരിക്കണോ എന്നാണ് പലരും ചോദിക്കുന്നത്. രേണുവിന്റെ പുതിയൊരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്രയാണ് ഈ പെർഫ്യൂം രേണുവിന് സമ്മാനിച്ചത്. അപകട സമയത്ത് സുധി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ രേണു സൂക്ഷിച്ചു വെച്ചിരുന്നു. ഈ വസ്ത്രങ്ങളിലെ ഗന്ധമാണ് പെർഫ്യൂമാക്കി മാറ്റി ലക്ഷ്മി നക്ഷത്ര സമ്മാനിച്ചത്. പെർഫ്യൂം സമ്മാനിക്കുമ്പോഴുള്ള രേണുവിന്റെ വൈകാരിക നിമിഷങ്ങൾ ലക്ഷ്മി നക്ഷത്ര തന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ സ്വന്തം യൂട്യൂബിന്റെ റീച്ച് വർദ്ധിപ്പിക്കാൻ സുധിയെ വിറ്റ് കാശുണ്ടാക്കാനാണ് ലക്ഷ്മി നക്ഷത്രയുടെ ശ്രമം എന്ന തരത്തിൽ അന്ന് വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ ഈ സമ്മാനം തനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്നോ സുധിച്ചേട്ടൻ ഷൂട്ട് കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോഴുള്ള മണമാണെന്നും രേണു പ്രതികരിച്ചിരുന്നു. പെർഫ്യൂമിന്റെ മണം കിട്ടിയപ്പോൾ ചേട്ടനെ തിരിച്ചു കിട്ടിയ പോലെ തോന്നിയെന്ന് പറഞ്ഞ് രേണു വിമർശകരുടെ വായടപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പെർഫ്യൂമിനെ കുറിച്ച് രേണു കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ വീഡിയോയോട് പറഞ്ഞ കാര്യങ്ങളാണ് പ്രചരിക്കുന്നത്. രേണുവിന്റെ വാക്കുകൾ: ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല, സുധിച്ചേട്ടന്റെ സ്മെൽ എനിക്ക് മകൻ കിച്ചുവിനും അടുത്ത വീട്ടുകാർക്കും മനസ്സിലാവുന്ന ആണിത്. ഈ പെർഫ്യൂം അടിച്ചിട്ടേ ഇല്ല, അത് ദേഹത്തടിക്കുന്ന പെർഫ്യൂം അല്ല. സുധിച്ചേട്ടനെ ഓർക്കുമ്പോൾ അത് തുറന്ന് മണം കിട്ടുമ്പോൾ സുധിച്ചേട്ടൻ്റെ സാന്നിധ്യം ഇവിടെ എവിടെയോ ഉണ്ടെന്ന് തോന്നും. അല്ലാതെ അത് അടിക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ അത് മണത്താൽ ഇവിടെ നിന്ന് ഓടും. അത് സുധിച്ചേട്ടൻ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ഷർട്ട് ഊരിടുമ്പോഴുള്ള സ്മെല്ലില്ലേ, വീർപ്പൊക്കെയുള്ള മണമാണ്. അതെങ്ങനെയാണ് ദേഹത്ത് അടിക്കുന്നത്? അത് തീർന്നിട്ടില്ല, അതുപോലെ ഇരിപ്പുണ്ട്, അടിക്കാൻ പറ്റുന്നതല്ല. രേണുവിൻ്റെ ഈ വാക്കുകൾക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. ലക്ഷ്മി നക്ഷത്ര ഇതൊന്നും കേൾക്കുന്നില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. ഇത്രയും നാൾ അതൊരു മണമായിരുന്നു, ഇപ്പോൾ അത് നാറ്റമായി. ഇത് കേൾക്കുന്ന ലക്ഷ്മി നക്ഷത്ര എന്നിങ്ങനെ പോകുന്ന കമൻറ്റ്, ഇതൊക്കെ വെറും അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ. എല്ലാവർക്കും അറിയാം, ഒരു മരണം കഴിയുമ്പോൾ അടുത്ത ബന്ധുക്കളായിക്കോട്ടെ, ബന്ധുക്കളെന്നല്ല, അപ്പോൾ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ സഹോദരിയോ സഹോദരനോ 1-2 മാസം കഴിയുമ്പോൾ ആ ഒരു വിഷമങ്ങൾ കുറഞ്ഞു വരും. നമുക്ക് ആ ഒരു ദിവസം, ആ അച്ഛനൊക്കെ മരിച്ചു അല്ലെങ്കിൽ അമ്മയൊക്കെ മരിച്ചു അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ആ ഒരു ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇവരുടെ ഉടുപ്പോ അല്ലെങ്കിൽ ഇവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഭയങ്കര തോടെ കെട്ടിപ്പിടിക്കുമായിരിക്കും. ഇപ്പോൾ മരിച്ചവരവിടെ കല്ലറയിൽ പോയി പൂക്കളിടുക അല്ലെങ്കിൽ അവിടെ മെഴുകുതിരി കത്തിച്ച് വെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു വരുന്ന എത്ര പേരുണ്ട്. അത് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് കുറഞ്ഞു വരും, അങ്ങോട്ട് പോകാതെയാവും. അപ്പോൾ ആ ഒരു വേദന അവരിയ്ക്കുമ്പോൾ 1-2 ആഴ്ച കഴിയുമ്പോൾ ലക്ഷ്മി നക്ഷത്രം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അത് വേണമെന്ന് തോന്നിക്കാണും, അല്ലെങ്കിൽ അവർ കൊണ്ട് കൊടുത്തു. അത് ആ സമയത്ത് മണക്കും അല്ലേ? വീഡിയോയിൽ അല്ല ഷൂട്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും നാറ്റം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാറ്റുമോ, അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിലിരിക്കും, അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അത് കഴിഞ്ഞ് ആ വിഷമമെല്ലാം കുറഞ്ഞു വരുമ്പോഴത്തേക്ക് അവർ പറഞ്ഞല്ലോ,
അത് ദേഹത്തടിക്കുന്ന സ്പ്രേ അല്ല. അതിങ്ങനെ നമുക്ക് അവരുടെ ഒരു ഗന്ധം, അവരുടെ ഒരു എന്താ പറയുക, അത് നമ്മുടെ മനസ്സിലുണ്ടാവുക, അവരുടെ മണമൊക്കെ അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ മണത്ത് നോക്കുക, ആ ഒരു ഇത് അത്രയേ ഉള്ളൂ. അല്ലാതെ അവരെ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ അവരെ ക്രൂശിക്കുക അല്ലെങ്കിൽ അധിക്ഷേപിക്കുക, അതിനോടൊന്നും ഒരു ശരിയല്ല. അതൊക്കെ ഒരുമാതിരി മയിര് പണിയാണ്. എനിക്ക് അത്രയേ പറയാനുള്ളൂ. അത് ശരിയല്ല. അവരെ വിമർശിക്കാൻ നമ്മൾ നടു റോട്ടിൽ കിടന്നുള്ള ഡാൻസ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിമർശിക്കുന്നതിനോടൊക്കെ ഒരു ഇതുണ്ട്, ഒരു ബോധമുണ്ട് അതിനൊക്കെ. അല്ലാതെ ഇതിനൊക്കെ ആർക്കായാലും ചിന്തിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദേഹത്ത് അടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഇതെൻ്റെ കെട്ടിയവൻ്റെ മണമാണ് അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ മണമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇതൊക്കെ ദേഹത്തടിക്കുമോ? നമ്മൾ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു മണമുണ്ടാവും, ഈ വേർപ്പിൻ്റെ അല്ലെങ്കിൽ അത് അങ്ങനെയാണ്. അല്ലാതെ സുഗന്ധം എന്താ പറയുക ഒഴിക്കുന്ന മനുഷ്യരൊന്നുമില്ല. നമുക്കൊക്കെ ഒരു മണം ഉണ്ടാവും. ആ മണം വിയർപ്പിൻ്റെയൊക്കെ ആയിരിക്കും അല്ലേ. അത് നമ്മൾ എന്താ പറയുക, അത് മണക്കുക എന്നുള്ളതാണ്, അല്ല ദേഹത്തടിക്കാൻ വേണ്ടിയിട്ടല്ല. ഏതോ വിദേശത്തിനകത്ത് ഈ എന്താ പറയുക, ഈ വളിയൊക്കെ വിൽക്കുന്ന ഒരു പെങ്കൊച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്തോ സാധനങ്ങളൊക്കെ ഇട്ട് അത് വിറ്റ് കൊടുക്കുക, അത് ഇങ്ങനെ ദേഹത്തടിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പോൾ എനിക്കിത് ഇത്രേ പറയാനുള്ളൂ. അവരെ അനാവശ്യമായിട്ട് ഇങ്ങനെ ക്രൂശിക്കാതിരിക്കുക. അവരൊരു സ്ത്രീയല്ലേ, അല്ല സ്ത്രീ എന്നല്ല, അവരൊരു മനുഷ്യരല്ലേ, വിഷമം കാണില്ലേ ഇങ്ങനെയെല്ലാം ആൾക്കാരെന്ന് കേൾക്കുമ്പോൾ. ഒന്നാമത്തെ അവരെ ബോഡി ഷെയിം ചെയ്യുന്നവരുടെ മുഖം കൊള്ളില്ലെന്ന് പറയുന്ന, അവരുടെ ശരീരം കൊള്ളില്ലെന്ന് പറയുന്ന, അവരുടെ രൂപം കൊള്ളില്ലെന്ന് പറയുന്ന, അതെല്ലാം പോട്ടെ, അതിനെല്ലാം അവർ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇല്ലേ. അതിനോട് ഇതും കൂടെ ഇതിലൊക്കെ തെറ്റ് പറയാൻ പറ്റുമോ? അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ അവരെ ക്രൂശിക്കാതിരിക്കുന്നതിനെ പറ്റി.